ഹായ്, എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഓൺലൈൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സിനെ പറ്റിയിട്ടാണ്. റിയാക്ഷൻ നടക്കുമ്പം ചില ഷോർട്ട് ലീവ്ഡ് ആയിട്ടുള്ള ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ചില സ്പീഷീസുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. എസ്പെഷ്യലി ബോണ്ട് ക്ലീവ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഹോമോളിറ്റിക് ക്ലീവേജ് നടക്കും, ഹെറ്റോളിറ്റിക് ക്ലീവേജ് നടക്കും. ഹെറ്റോളിറ്റിക് ക്ലീവേജ് നടക്കുമ്പോൾ എന്തുണ്ടാവും പറഞ്ഞാൽ അയോൺസ് ഫോം ചെയ്യും നമ്മൾ പറഞ്ഞു. അയോൺസ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് കാർബൺ ആറ്റം ബിയറിങ് എ പോസിറ്റീവ് ചാർജ് വി കോൾഡ് ഇറ്റ് ആസ് കാർബോകാറ്റയോൺസ് അല്ലേ. നമ്മൾ അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ടുഡേ വി ആർ ഡിസ്കസിങ് കാർബാനയോൺസ്. എന്താ കാർബാനയോൺസ് എന്ന് പറഞ്ഞാൽ? ആനയോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ് സ്പീഷീസിനെയാണ് നമ്മൾ ആനയോൺസ് എന്ന് പറയുന്നത്. കാർബാനയോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം കാർബൺ ആറ്റത്തിന്റെ മുകളിൽ ഒരു നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അതിനെ ആനയോൺസ് എന്ന് പറയും. പക്ഷേ ഇത് വളരെ ഒരു അത്ഭുതപ്പെട്ടൊരു കാര്യം അല്ലേ, ഭയങ്കര നമുക്ക് വണ്ടറിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാർബണാറ്റിന് മുകളിൽ ഒരു നെഗറ്റീവ് ചാർജാണ്. സാധാരണ കാർബണാറ്റ് എന്താ ചെയ്യുക? കോവാലൻ ബോണ്ടായിരിക്കും ഫോം ചെയ്യിക്കുക, മിക്കവാറും പോസിറ്റീവ് വാലൻസി ആയിരിക്കും കാണിക്കുക. പക്ഷേ ഈ കേസിൽ കാർബണാറ്റും നെഗറ്റീവ് വാലൻസി കാണിക്കും. കാർബണാറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജ് വരുന്ന കേസാണ് ഇപ്പം ഗ്രിഗ്നാർഡ് റിയേജന്റ് തുടങ്ങിയിട്ടുള്ള ഓർഗാനോമെറ്റാലിക് റിയേജന്റിലൊക്കെ നമുക്ക് കാർബണാറ്റിന്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ആണ് കാണാൻ കഴിയുക. നിങ്ങൾ അത്രയും ഡീപ്പായിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഇതൊരു കാർബൺ ചെയിൻ ആണ്. അതിൽ സെഡ് എന്ന് പറഞ്ഞൊരു സ്പീഷീസ് ആണ് കാർബണിനോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സെഡ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ലെസ് ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ അല്ലേ. ഫോർ എക്സാമ്പിൾ സെഡിന് വരെ നമുക്ക് ലിഥിയം ഉപയോഗിക്കാം, മഗ്നീഷ്യം ഉപയോഗിക്കാം അല്ലെ. മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ ലെസ് ഇലക്ട്രോനെഗറ്റീവ്. അപ്പോൾ ലിഥിയം ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട്. ഈ ഒരു കോമ്പൗണ്ട് വരുമ്പോൾ എന്താ സംഭവിക്കുക? Here this carbon atom which is more electronegative, hence this attract the shared electron pair towards itself. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? അവിടെ റിസൾട്ടൻ്റ് ആയിട്ട് ബോണ്ട് ഹെറ്ററോളിറ്റിക് ക്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ കാർബൺ ആറ്റം ബിയറിംഗ് എ പാർഷ്യൽ ഓർ നെഗറ്റീവ് ചാർജ് ആൻഡ് സെഡ് ആറ്റം ബിയറിംഗ് എ പോസിറ്റീവ് ചാർജ്. Then carbon atom, any carbon atom having a charge negative, we called it as, these species called it as carbanions. These are called what? Carbanions. അപ്പോൾ കാർബൺ ആറ്റത്തിന് മുകളിൽ എക്സ്ട്രാ ഇലക്ട്രോൺ വന്നു അല്ലേ. അപ്പോൾ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തായിരിക്കും വരിക? നമുക്കറിയാം കാർബൺ ആറ്റത്തിന്റെ കേസിൽ അതിന് sp3 ആണ് അതിന്റെ ഹൈബ്രിഡൈസേഷൻ ഫോർമലി വരിക. അപ്പോൾ കാർബൺ ആറ്റത്തിന് മുകളിൽ ഒരു നെഗറ്റീവ് സ്പീഷീസ് വന്നു കഴിയുമ്പോഴും എക്സ്ട്രാ ഇലക്ട്രോൺ അവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അത് അഗെയിൻ അത് എന്ത് തന്നെയാണ്? sp3 ഹൈബ്രിഡൈസേഷൻ തന്നെയാണ്. അപ്പം കാർബാനയോൺസിനകത്ത് അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് sp3. ബട്ട് ഇൻ ദ കേസ് ഓഫ് കാർബോകാറ്റയോൺസ് ഇറ്റ് ഈസ് sp2. ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ ഇത് കമ്പയർ ചെയ്ത് പഠിക്കണം. കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ല മെമ്മറിയിൽ നിൽക്കും. അപ്പം ഇതാണ് sp3 ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഇനി നമുക്ക് നോക്കാം. മുമ്പത്തെ പോലെ തന്നെ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ കാർബാനയോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH മൈനസ് ഉണ്ട്. ഇനി അടുത്തത് CrHH മൈനസ്, CrRH മൈനസ്, CrRR മൈനസ്. ഓക്കെ, ഇങ്ങനെ കാണും. ഇത് നോക്ക്, ഇതെന്തൊക്കെയാണിത്? ഇതെന്ന് പറഞ്ഞാൽ മീത്തൈൽ അല്ലേ, ഒരു കാർബൺ ആറ്റം മീത്തൈൽ കാർബാനയോൺസ്. അങ്ങനെയാണ് കാർബാനയോണിന് പേര് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇതിന്റെ പേരിന്റെ അവസാനം എത്ര കാർബൺ ആറ്റം? ഒരു കാർബൺ. അപ്പോൾ ഇത് മീതൈൽ ഗ്രൂപ്പ്, മീതൈൽ ആയതുകൊണ്ട് മീതൈൽ കാർബാനയോൺ. ഇനി ഇവിടെ നോക്ക്, ഇത് ജനറലായിട്ട് ആർ ഗ്രൂപ്പ് എഴുതുക, CH3 ആണ് വരുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഇതൈലിൽ നിന്നും ഒക്കെ നമ്മൾ പേര് കൊടുത്ത് വിളിക്കും. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ ഈ കാർബൺ ആറ്റം ഇതാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ മൈനസ് ചാർജ് ഉള്ള നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ ആറ്റം ഇതാണ്. ഈ കാർബൺ ആറ്റം വേറെ ഏതൊക്കെ കാർബൺ ആറ്റങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഇവിടെ ഒരൊറ്റ ആർ ഗ്രൂപ്പുമായിട്ട് മാത്രം. ആർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജനറലി വി റെപ്രസെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ആൽക്കൈൽ ഗ്രൂപ്പ് ഈസ് റിട്ടൺ ആസ് ആർ. അപ്പോൾ ഇവിടെ ഈ കാർബൺ ആറ്റം ഒരൊറ്റ ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരൊറ്റ കാർബൺ ആറ്റവുമായിട്ട് പ്രൈമറി കാർബാനയോൺസ് എന്ന് പറയും. എന്താ വിളിക്കുക? പ്രൈമറി കാർബാനയോൺസ്. ഇവിടെ നോക്കൂ മക്കളെ, ഈ കാർബൺ ആറ്റം ഏറെ ഏതൊക്കെ കാർബൺ ആറ്റങ്ങളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? ഈ കാർബൺ ആറ്റം നെഗറ്റീവ് ചാർജുള്ള ഈ കാർബൺ ആറ്റം ഇതാ ഇവിടെ ഒരു ആർ ഗ്രൂപ്പ്, ഇതുമായിട്ടും ഇവിടെയും ഉണ്ട് ഇതേപോലെ പുതിയൊരു ആർ ഗ്രൂപ്പ് അല്ലേ, ഇതുമായിട്ടും അറ്റാച്ച് ചെയ്ത്. അപ്പോൾ ഈ രണ്ട് ആർ ഗ്രൂപ്പുകളുമായിട്ട് ഇവിടെ ഒരു കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്ത് നമ്മൾ ഈ കാർബാനയോൺസ് നമ്മൾ സെക്കൻഡറി കാർബാനയോൺസ് വിളിക്കും. എന്താ വിളിക്കുക നമ്മളിവരെ? സെക്കൻഡറി കാർബാനയോൺസ്. ഇനി നോക്കൂ, ഇവിടുത്തെ കാർബണിനെ നോക്കി നോക്കൂ. ഈ കാർബൺ ആറ്റം മറ്റു 3 കാർബൺ ആറ്റങ്ങളുമായിട്ട്, അപ്പം ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള കാർബാനയോൺസ് ആണ് നമ്മൾ കാണേണ്ടത്.
പ്രൈമറി കാർബാനിയോൺ, സെക്കൻഡറി കാർബാനിയോൺ, ടെർഷറി കാർബാനിയോൺ, മീത്തൈൽ കാർബാനിയോൺ. ഓക്കെ, ഇത് മൈനസ് ആണ്, കാർബണിൻ്റെ മുകളിലുള്ള നെഗറ്റീവ് ചാർജാണ് ഇത് കാർബാനിയോൺസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റെബിലിറ്റി കാർബാനിയോൺസിൻ്റെ സ്റ്റെബിലിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടറുകളാണ്, ഒന്ന് ഇൻഡക്റ്റീവ് ഇഫക്റ്റും മറ്റൊന്ന് ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റും. ഇതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യും, വി വിൽ ഡിസ്കസ് ഇൻ അനദർ ക്ലാസ്. സോ ഇൻ ഹിയർ which carbanion is more stable, whether it is primary or secondary or tertiary. അതിന് നമ്മൾ കാർബോ കാറ്റയോൺസിൻ്റെ കേസിൽ നമ്മൾ സ്റ്റെബിലിറ്റി പഠിച്ചില്ലായിരുന്നോ? നമ്മൾ എന്താ പറഞ്ഞത്, കാർബോ കാറ്റയോണിൻ്റെ കേസിൽ ആ കാർബണാറ്റത്തിന് മുകളിൽ വരുന്ന പോസിറ്റീവ് ചാർജ് ഡിമിനിഷ് ചെയ്യണം. അത്തരത്തിലുള്ള ഇലക്ട്രോൺസിനെ കൊടുക്കുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ അതെന്തായിരിക്കും എന്ന് പറഞ്ഞു, മോർ സ്റ്റേബിൾ ആവും എന്ന് പറഞ്ഞു. ഇവിടെ കാർബണാറ്റത്തിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ നെഗറ്റീവ് ചാർജിനെ ഡിമിനിഷ് ചെയ്യുന്ന തരത്തിലുള്ള ആരെങ്കിലും ഇവിടെ ഇലക്ട്രോൺസിനെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അല്ലേ, നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എക്സസ് ആയിരിക്കും, ആ ചാർജിനെ വിഡ്രോ ചെയ്യുന്ന തരത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ആറ്റംസ് നമ്മളെ കാർബണാനിയോൺസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാർബാനിയോൺസ് മോർ സ്റ്റേബിൾ. നമ്മളിവിടെ നോക്കുക, ഇവിടെ ഈ ആൽക്കൈൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലസ് ഐ ഇഫക്റ്റ് കാണിക്കുന്ന ആളുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, പ്ലസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഈ കാർബൺ ഓൾറെഡി ഇലക്ട്രോൺ റിച്ച് ആണ്, ഇവൻ എന്ത് ചെയ്യും, ഇലക്ട്രോണിനെ ഇങ്ങോട്ടേക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. അപ്പം എന്ത് സംഭവിക്കുക, എക്സസ് നെഗറ്റീവ് ചാർജ് വീണ്ടും കൂടും, കാർബാനിയോണിൻ്റെ മുകളിൽ വീണ്ടും നെഗറ്റീവ് ചാർജ് വരും. ഈ കേസിലാണെങ്കിലോ 2 ആർ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, അല്ലേ. അപ്പം ഈ ആദ്യത്തെ കേസിനേക്കാൾ കാർബണാറ്റത്തിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വളരെ വളരെ കൂടും. ഈ കേസിലാണെങ്കിലോ, ടെർഷറിയുടെ കേസിലാണെങ്കിലോ ഇലക്ട്രോൺസ് കൂടുതൽ എവിടേക്ക് ഡൊണേറ്റ് ചെയ്യും, കാർബണാറ്റത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യും. അപ്പം ഇതെന്തായിരിക്കും, മോർ ആൻഡ് മോർ ഡീസ്റ്റെബിലൈസ്ഡ്. എന്താ കാരണം, എക്സസ് ഓഫ് നെഗറ്റീവ് ചാർജ് അക്കുമുലേറ്റഡ് ഓൺ ദിസ് കാർബൺ ആറ്റം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്ത് സംഭവിക്കുക, അതിൻ്റെ സ്റ്റെബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ ഈ കേസ് മുഴുവൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം തമ്മിൽ ഭേദം ഈ തൊമ്മനാണ് കുറച്ചുകൂടി സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്, അല്ലേ. അപ്പം ഇതിനേക്കാളും സ്റ്റേബിളാണ് ആരെന്ന് പറയുന്നത്, മീത്തൈൽ കാർബാനിയോൺസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി വൈസ് നമ്മൾ പറയുകയാണെങ്കിൽ മീത്തൈൽ കാർബാനിയോൺ ഈസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി, than secondary and tertiary. So tertiary carbanion is least stable, while primary carbanion is methyl carbanion is more stable. In the case of carbocations, which one is more stable? It is tertiary. Tertiary carbocation is more stable due to plus I effect. Okay, മനസ്സിലായല്ലോ ആ കാര്യം. അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്, ഈ ഒരു കാർബാനിയോൺസ് എന്നുള്ള ഭാഗത്തിൽ പഠിക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ്, മറ്റൊരു റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് നമ്മൾ പറയാൻ പോവുകയാണെങ്കിൽ, അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്റ്റീവ് ഇൻ്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നത് ഫ്രീ റാഡിക്കൽസ് ആയിരിക്കും. ഏതാണ്? ഫ്രീ റാഡിക്കൽസ്. എന്താ മോനെ ഫ്രീ റാഡിക്കൽ? ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ റാഡിക്കൽസ് എങ്ങനെയാണ്, ഹൗ ടു ഫോം ഫ്രീ റാഡിക്കൽസ്, ദ ഹോമോളിറ്റിക് ക്ലീവേജ് ഓഫ് എ ബോണ്ട് ടു ക്രിയേറ്റ് ഫ്രീ റാഡിക്കൽസ്. അപ്പോൾ ഇതുവരെ പറഞ്ഞ രണ്ട് സ്പീഷീസും രണ്ട് ഇൻ്റർമീഡിയറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? കാർബോകാറ്റയോൺസ് ആണെങ്കിലും കാർബാനിയോൺസ് ആണെങ്കിലും ദേ ആർ ചാർജ്ഡ് സ്പീഷീസ്. ബട്ട് ഇൻ ദിസ് കേസ് ഫ്രീ റാഡിക്കൽ, ദാറ്റ് മീൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം കാർബൺ ഹാലൈസഡ് ഏതെങ്കിലും ഒരു സ്പീഷീസ് വിചാരിക്കുക. സോ ദിസ് ബോണ്ട് ക്ലീവ്ഡ് ഇൻ homolytic fission. What we'll observe, the homolytic fission is represented by using half-headed arrow like this. This indicates that these electron pair, these shared electrons were splitted and they distributed equally through these two atoms. Okay, അപ്പം എന്താ സംഭവിക്കുക? ഈ രണ്ട് ആറ്റത്തിൻ്റെ ഇടയിലേക്കും ആ ഇലക്ട്രോൺസ് ഒരുപോലെ ഷിഫ്റ്റ് ചെയ്യും. അപ്പം വി വിൽ ഗെറ്റ് ഫ്രീ റാഡിക്കൽസ്. Z electron, carbon having electron. So carbon atom containing these free electrons, these type of species are called what? Free radical. ഇതിനെയാണ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ ഉണ്ടായില്ലേ, അപ്പം അതെന്താണ് പിന്നെ നെഗറ്റീവ് ചാർജ് വന്നില്ലേ എന്ന്. പക്ഷേ ഇവിടെ അത് എക്സസ് ഇലക്ട്രോൺ അല്ല, അത് കാർബൺ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ ആയിരുന്നു. കാർബൺ വാലൻസി 4 ആണ്. ആ 4 ഇലക്ട്രോൺസ് നമ്മളിവിടെ കാണിക്കുന്നു.
സെഡിൻ്റെ വാലൻസി ഒന്നാന്ന് വിചാരിക്കുക. അപ്പം ആ ഒരെണ്ണം ഇവിടെയും കാണിക്കുന്നു. ഇവർ ഈ രണ്ടാളും കൂടി കൂടിച്ചേർന്നിട്ടാണ് ഇവിടെ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഇവർ കോവാലൻ ബോണ്ട് ഫോം ചെയ്യിച്ചത്. ബോണ്ട് ക്ലീവ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, അതാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ബന്ധം ഇവർ എന്ത് ചെയ്തു, ബോണ്ട് ക്ലീവ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബന്ധങ്ങളൊക്കെ വേർപെടുത്തുന്ന സമയത്ത് ആദ്യം എന്തായിരുന്നോ ഉണ്ടായിരുന്നത് അത് അതേപോലെ തന്നെ അയാൾക്ക് കിട്ടുക. അപ്പം ഈ സ്പീഷീസിനെ സംബന്ധിച്ച് ഈ 3 എണ്ണം അതിൻ്റെ ആദ്യത്തെ സ്പീഷീസിൽ ഉണ്ടായിരുന്നതാണോ, ഈ ഒരു ഇലക്ട്രോൺ അത് ബോണ്ടിങ്ങിന് വേണ്ടി ഉപയോഗിച്ചതാണ്, ക്ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇലക്ട്രോൺ തിരിച്ച് കിട്ടി. അപ്പം എക്സ്ട്രാ ചാർജ് ഒന്നും ഉണ്ടാവുന്നില്ല, ന്യൂട്രൽ സ്പീഷീസ് ആണ്. ഇതാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെ സ്പീഷീസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രീ റാഡിക്കൽ എന്ന് വിളിക്കുന്നത്. ഹൈലി അൺസ്റ്റേബിൾ സ്പീഷീസ് ആണ്. ഈ ഫ്രീ റാഡിക്കൽ ഇങ്ങനെ വെറുതെ നിൽക്കില്ല, അവൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും റിയാക്റ്റീവ് ആയിട്ടുള്ള ആരെങ്കിലുമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അവരുമായിട്ട് റിയാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പ്രൊഡക്റ്റ് ഫോം ചെയ്യിക്കുകയും ചെയ്യും. അപ്പം ഇതാണ് ഫ്രീ റാഡിക്കൽ. ഫ്രീ റാഡിക്കലിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീ റാഡിക്കലിനകത്ത് ഓൾറെഡി അതിൻ്റെ ഇലക്ട്രോൺ വേക്കൻ്റ് ആയി കിടക്കണം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് sp2 ഹൈബ്രിഡൈസ്ഡ് എന്ന് പറയാൻ പറ്റും ഫ്രീ റാഡിക്കൽ. കാരണം എന്താണ്, ഷെയർഡ് ഇലക്ട്രോൺ പെയർ ഉണ്ടായിട്ടില്ല, ഇലക്ട്രോൺ പെയർ ഷെയർ ചെയ്തിട്ടില്ല, അതിന് ഹാഫ് ഫിൽഡ് ആയിട്ട് മാത്രം കിടക്കണം. അപ്പോൾ അതിൻ്റെ വേക്കൻ്റ് അൺഹൈബ്രിഡൈസ്ഡ് പി ഓർബിറ്റൽസിനകത്ത് ഒരു ഇലക്ട്രോൺസ് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. 2 ഇലക്ട്രോൺസ് വരുമ്പോഴേ അത് പെയർ ചെയ്യുള്ളൂ. അപ്പം ഒരു ഇലക്ട്രോൺസ് കിടക്കുന്നതുകൊണ്ട് ഇത് sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഈ കോമ്പൗണ്ട് അതെന്താണ്, അത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പം sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും ഇത് വരിക. ഇതിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ കാർബോനയോൺസിൻ്റെ അതേ സ്റ്റെബിലിറ്റി തന്നെയാണ് ഇതിൻ്റെയും സ്റ്റെബിലിറ്റി. എന്താണോ കാർബോനയോൺ സ്റ്റെബിലിറ്റി നമ്മൾ കണ്ടത്, അതേ സ്റ്റെബിലിറ്റികൾ തന്നെയായിരിക്കും ഏതിനെ ഫ്രീ റാഡിക്കലിന് വരുന്ന സ്റ്റെബിലിറ്റി വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എന്തിൽ പഠിക്കുന്നത്? കാർബോകാറ്റയോൺ, കാർബാനയോൺ, ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻ്റർമീഡിയറ്റ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. യൂണിവേഴ്സിറ്റിയിൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ട് എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ റെഫർ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഇവിടെ ഹൈപ്പർ കോഞ്ചുഗേഷൻ, എന്താണ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. റെസൊണൻസ് ഇഫക്റ്റ്, ഹൈപ്പർ കോഞ്ചുഗേറ്റീവ് ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഒക്കെ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതുവരെ എല്ലാവർക്കും ബൈ.